അപ്പോൾ ഈ കാണുന്ന മഞ്ഞവാലൻ്റെ പേരാണ് യെല്ലോ ടെയിൽഡ് ആഷി സ്കിമ്മർ. അതിൻ്റെ ഒരു ബോഡിയുടെ കളർ ഏകദേശം ഒരു ആഷിയാണ്. കോമൺ മാർഷ് സ്കിമ്മർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ഇൻസെക്റ്റ ക്ലാസ്സിലെ ലിബല്യൂലിയുടെ ഫാമിലിയിലെ പൊട്ടമാർച്ച കോൺജനർ എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ്. 1842 രാംപൂർ ആണ് ആ പേര് നിർണ്ണയിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ തന്നെയാണ്. അതായത് ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, മിയാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, ചൈന എന്നീ ഏരിയാസ്. ഈ ഏരിയാസിൽ തന്നെ കൂടുതലും ഇത് കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളത്തിൻ്റെ ഒക്കെ കരകളിലും, അത് അമ്പലക്കുളം ആവാം, പിന്നെ അരുവികളും തോടുകളും കനാലിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ വയലുകളിലും ചതുപ്പിലും, അങ്ങനെ എവിടെ വെറ്റ്ലാൻഡ്സ് ഉണ്ടോ അവിടെയൊക്കെ തന്നെ ഇതിനെ ഏകദേശം കാണാം. ഈ വീഡിയോ എടുത്തേക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഈ ഒരു വെറൈറ്റി ഞാൻ അധികം കാണാറില്ലെങ്കിലും അത്യാവശ്യം ഇവിടെ പോപ്പുലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി തുമ്പികളുടെ പൊതുവായിട്ടുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളും ഇതിനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പറയുന്നത് മോസ്കിറ്റോ കൺട്രോൾ ആണ്. കൊതുകുകളുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് തുമ്പികൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം തുമ്പികളുടെ ലാർവാസ് ആണെങ്കിലും തുമ്പികളാണെങ്കിലും രണ്ടും ഈ കൊതുകുകളെ ഹണ്ട് ചെയ്യും. കൊതുകുകളുടെ ലാർവാസിനെ ഹണ്ട് ചെയ്യുമ്പോൾ തുമ്പികൾ കൊതുകുകളെ തന്നെ ഹണ്ട് ചെയ്യും. ഇതിനെ ഹണ്ട് ചെയ്യണത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തവള, പല്ലി, കിളി, പാമ്പ് എന്നീ പറഞ്ഞ എല്ലാ ജീവികളും തന്നെ ഇതിനെ ഹണ്ട് ചെയ്യും. കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇത് IUCNന്റെ ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇതിൻ്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വെറ്റ്ലാൻഡ്സ് ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ പോപ്പുലേഷൻ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ വെറ്റ്ലാൻഡ്സ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻഡേഞ്ചേർഡ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എല്ലാ തുമ്പികളെ പോലെ തന്നെയും ഇതിൻ്റെ ഹണ്ടിങ് സ്റ്റൈലും സെയിം തന്നെയാണ്. ഇത് മിഡ് എയറിൽ നിന്നിട്ടാണ് ഇത് ഹണ്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പറന്നുകൊണ്ടിരിക്കുന്ന പ്രേനെ തന്നെയാണ് ഇത് ഹണ്ട് ചെയ്യുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ലൊക്കേറ്റ് ചെയ്ത് ഹണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അപാര കാഴ്ചശക്തിയും നല്ല അജിലിറ്റിയും എക്സ്ട്രീം ആക്യുറസിയുമാണ്. ഈ തുമ്പികളുടെ കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കോമ്പൗണ്ട് ഐസ് എന്നാണ് അതിനെ പറയുന്നത്. കാരണം അതിൻ്റെ ഒരു തലയുടെ ഒരു ഭൂരിഭാഗവും ഇതിൻ്റെ കണ്ണുകളാണ്. അതുകൊണ്ട് തന്നെ 360 ഡിഗ്രി ആംഗിളിലും ഇതിന് കാണാൻ പറ്റും. ഇതിൻ്റെ ചുറ്റുമുള്ളത് ചുറ്റുമുള്ളത് മുഴുവനും ഇതിന് കാണാൻ പറ്റും. അതായത് ഇരയെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇവരുടെ കണ്ണുകൾ സഹായിക്കും. ഈ ഫുൾ അനിമൽ കിങ്ഡത്തിൽ തുമ്പികളെ കണക്കാക്കുന്നത് ഏറ്റവും സക്സസ്ഫുൾ പ്രെഡേറ്റർ ആയിട്ടാണ്. അതിൻ്റെ ഒരു സക്സസ് റേറ്റ് പറയുന്നത് ഏകദേശം 97% ആണ്. അതായത് ഒരു ഇരയെ ഇവൻ ടാർഗറ്റ് ചെയ്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ 97% ഇവൻ്റെ കയ്യിൽ തന്നെ അതിനെ കിട്ടും. ഇനി ഇതിനെ പിടിക്കാൻ തന്നെ വേട്ടക്കാരിൽ നിന്ന് ഇതിൻ്റെ ഒരു എസ്കേപ്പ് ടാക്ടിക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇതൊരു ഹെലികോപ്റ്റർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങാനും താഴാനും അതുപോലെ തന്നെ സൈഡിലേക്ക് മൂവ് ചെയ്യാനും ഇതിന് സാധിക്കും. ക്വിക്ക് മൂവ്മെൻറ്റ്സും ആണ്. 360 ഡിഗ്രി ആംഗിൾ കാഴ്ചശക്തിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രഡേറ്റേഴ്സിനെ ലൊക്കേറ്റ് ചെയ്ത് എയറിൽ തന്നെ മാറാനായിട്ട് ഇവർക്ക് കഴിയും. പിന്നെ ഇവരൊരു ക്യാമഫ്ലൈജിങ് ആണ്. ഒരു ചുള്ളിക്കമ്പിലൊക്കെ ചെന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുള്ളിക്കമ്പിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാതിരിയൊക്കെ ഇതിനെ തോന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിലിനെയാണ്. ഇതിന്റെ എൻഡിലേക്ക് ഫീമെയിലിനെ കാണിക്കുന്നുണ്ട്. അതിന്റെ കളറിംഗ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. എല്ലാ തുമ്പികളെ പോലെ തന്നെയും ഇതിന്റെയും ലൈഫ് സൈക്കിൾ 4 സ്റ്റേജസ് ആയിട്ടാണ്. എഗ് സ്റ്റേജ്, ലാവ സ്റ്റേജ്, എമർജൻസ് സ്റ്റേജ്, അഡൽട്ട് സ്റ്റേജ്. തുമ്പികൾ മുട്ടയിടുന്നത് പൊതുവെ വെള്ളത്തിന്റെ സർഫേസിലും പിന്നെ അക്വാറ്റിക് പ്ലാന്റ്സിലൊക്കെയാണ്. ഇതിന്റെ ലാർവ അക്വാറ്റിക് ആണ്. അതിന് പറയുന്നത് നയാഡ്സ് എന്നോ അല്ലെങ്കിൽ നിംസ് എന്നോ വേണമെങ്കിൽ വിളിക്കാം. ഇതിന്റെ അഡൽട്സ് പോലെ തന്നെ ലാർവയും പ്രെഡേറ്ററി. ലാർവാസ് കൊതുകുകളുടെ ലാർവയും ചെറിയ അക്വാറ്റിക് ജീവികളെയും പ്രേ ചെയ്യുമ്പോൾ അഡൽട്സ് ചെറിയ ഇൻസെക്ട്സിനെയും കൊതുകുകളെയും ഒക്കെയാണ് പ്രേ ചെയ്യുന്നത്. ഇന്നത്തെ സ്റ്റേജ് എമർജൻസ് ആണ്. അതായത് ലാർവ കരയിലേക്ക് കയറി തുമ്പി ആകുന്ന ആ ഒരു ഫേസ്. അതാമത്തെ ഫേസ് ആണെങ്കിൽ അഡൽട്ട്. അതിനെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ മെയിലിനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ബ്രീഡിംഗ് സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂൺ മന്ത്സിലാണ് ഇത് ബ്രീഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ പൊതുവേ തുമ്പികൾ വാട്ടർ ബോഡീസിന്റെ പ്രൊട്ടക്ടർ ആയിട്ടും സീസണൽ ചേഞ്ചസിന്റെ കാരിയേഴ്സ് ആയിട്ടും കണക്കാക്കുന്ന ട്രൈബ്സ് ഉണ്ട്. പിന്നെ കേരളത്തിൽ തുമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താരം തന്നെയാണ്. കുട്ടിപ്പാട്ടുകളിലും കുട്ടിക്കഥകളിലും അതുപോലെ തന്നെ പാട്ടുകളിലും കഥകളിലും സിനിമകളിലും വരെയും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. മലയാള പാഠപുസ്തകത്തിലാണെങ്കിൽ തുമ്പിയെക്കുറിച്ച് ഒരു പദ്യം വരെ ഉണ്ട്. പിന്നെ കേരളത്തിന്റെ തന്നെ ഒരു ഫേമസ് ഫെസ്റ്റിവലായ ഓണത്തിന്റെ ഒരു മെയിൻ ആള് തന്നെയാണ് തുമ്പി. പക്ഷെ അത് ഈ തുമ്പിയല്ല, ഓണത്തുമ്പി എന്ന് പറഞ്ഞ ചെറുകുകൾക്കൊക്കെ നല്ല കളറുള്ള വേറൊരു ടൈപ്പ് ഓഫ് തുമ്പി. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു സ്പീഷീസിന്റെ ഫീമെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസിന്റെ ആ ബോഡി കളറിൽ നല്ല വ്യത്യാസമുണ്ട്. ആഷ് കളർ അല്ല, കുറച്ചും കൂടി ഒരു ഗ്രീനിഷ് കളറാണ് അതിനുള്ളത്. മെയിൽസിനെയും ഫീമെയിൽസിനെയും കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ്. അതിൻ്റെ അകത്ത് മെയിൽസിനേക്കാളും കുറച്ചും കൂടെ ഫീമെയിൽസ് ആണ് ഭംഗി കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ടൈഗർ ഷെയ്ഡാണ് അതിനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.